വൈകിയാണ്ട് കാണണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെന്നാ ഇപ്പം നടാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് നടാനാണ് പോകുന്നത്. ഉരുളക്കിഴങ്ങ് ഉണ്ട്, 5 ഉരുളക്കിഴങ്ങ് ഉണ്ട് നടാൻ. അതാ ഇത് 5 ഉരുളക്കിഴങ്ങ് ഉണ്ട് നടാൻ, കണ്ടില്ലേ? ഇതാ ഇത് മുളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5 ഉരുളക്കിഴങ്ങ് ഉണ്ട് നടാൻ. ഇതും പിന്നെ ഇത് കണ്ട, ഇതാണ് അടക്കാത്തോട്, അടക്കാക്കുച്ചി, കണ്ടില്ലേ? ഇതാ അടക്കാക്കുച്ചി കണ്ടോ? ഇതാ അടക്കാത്തോട്. ഈ അടക്കാത്തോടിൻ്റെ അകത്താണ് ഞാനിപ്പം നടുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് വാഴ കൂർക്കലേൻ്റെ ചപ്പ് ഇടുന്നുണ്ട്. പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പൊന്നാങ്കണ്ണീൻ്റെ ചപ്പും കൂടി ഇടുന്നുണ്ട്. അതെല്ലാം നല്ല ഇതാണ്. പൊന്നാങ്കണ്ണി ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തൂന്നലാല കാൽസ്യം നല്ല പോലെയുള്ള സാധനമാണ്. അന്നേരം എന്ന് വെച്ചാൽ നമ്മൾ നടുമ്പം തന്നെ അതിന് വീഴുന്ന വളം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഒരു മുളച്ച് വരുമ്പോൾ തന്നെ നല്ല ശക്തിയോടെയും കറുപ്പോടെയും വന്നാൽ തന്നെ ആ പച്ചക്കറിക്ക് നല്ല ഉഷാറുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് നടുമ്പം തന്നെ എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ? ഇതുപോലെ ഇടുക, കണ്ട? ഇതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനെ നട്ടല്ലോ, ഇതിങ്ങനെ വാരിയിട്ടു. ഇതിപ്പം പൊന്നാങ്കണ്ണി കൂടി ഇട്ടു. ഇനിയിപ്പം കുറച്ച് സീമക്കൊന്നേൻ്റെ ചപ്പാണ് ഇനിയിപ്പോൾ ഇടുന്നത്. ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ്. സീമക്കൊന്നേൻ്റെ ചപ്പിടാതെയാണ് ഞാൻ ഒരു കാര്യവും ചെയ്യില്ല. അത് ഉണ്ടെങ്കിൽ മാത്രമേ നട്ടിട്ട് കാര്യമുള്ളൂ. അതില്ലാണ്ടിരുന്നാലുണ്ടല്ലോ, പച്ചച്ചാണകം ഇപ്പം കുറവാണ്, പച്ചച്ചാണകം ഇല്ല. അതുകൊണ്ട് ഇതന്നെ അധികം ഞാൻ അതിന് വേണ്ടുന്ന കൊടുക്കുന്നത് ഇതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ല വിളവ് കിട്ടും. വിളവ് മാത്രം നല്ല കറുപ്പോടുകൂടി ഇങ്ങോട്ട് വരും. അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് കൂടി നട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാനിത് ഈ കോട്ടയും വെച്ചത് കൂടി ഇതിലിട്ടേ, ഇതാ ഇത് വലിയ ബാഗാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ 2 എണ്ണം നടാനാണ് പോകുന്നത്. വലിയ ബാഗിലാകുമ്പോൾ 2 എണ്ണം നടാൻ പറ്റും. ചെറിയ ബാഗിലാണെങ്കിൽ 1 നടാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ സ്ഥലമുണ്ടല്ലോ, വലിയ നല്ല വീതിയുണ്ട് ഇത്. അതുകൊണ്ട് 2 എണ്ണം നടാൻ പോകുന്നു ഇതിൻ്റെ അകത്ത്. കണ്ടില്ലേ? ഇതേപോലെ എല്ലാം നല്ല ചുറ്റി നിറക്കണം. നിറച്ചിട്ടേക്കുണ്ടല്ലോ, നിറച്ചാൽ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് താവും, എന്നാലും ചെരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടി ഇതിലിട്ടത്. ഉണ്ടല്ലേ? കാണു പോകുമ്പം വിഷമമാണ്. ഇനിയിപ്പോൾ ഞാൻ 2 എണ്ണം ഇതിൻ്റെ അകത്ത് നടാൻ പോയി. കണ്ടില്ലേ? ഇതാ ഈ ചെറുത് 2 എണ്ണം എടുത്ത് നടാം. കണ്ടില്ലേ? ഫുൾ മുളയാണ്. ഇതിപ്പോൾ ഒന്ന് ഈ സ്ഥലത്തുനിന്ന് നട്ടു, കണ്ട? ഇതിപ്പുറത്തെ ഭാഗത്തും നടാം. ഇതേപോലെ നട്ടു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ 3 എണ്ണം നടാൻ്റെ അധികം നിങ്ങൾ നട്ടിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഒരുപാടായിപ്പോയി. ഞാനിപ്പോൾ ഇതിവിടെ നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്കത് നിങ്ങൾക്ക് നിറഞ്ഞ് കാണിച്ചു തരാം. ഇതിൽ കുറച്ചും കൂടി ഇലയെല്ലാം നിറച്ചു. ഇനിയിപ്പോൾ ലേശം പ്രോട്ടീൻ മിശ്രിതവും കൂടി നിറച്ചിട്ട് നമുക്ക് നടാലോ. കണ്ടാ? ഇതെല്ലാം നിറച്ചു, ഉണ്ടല്ലേ? ഇതെല്ലാം നിറച്ചു. ഇനിയിപ്പോൾ ഇതിൽ പ്രോട്ടീൻ മിശ്രിതം നിറക്കട്ടെ. ഉണ്ടാ? ഇതേപോലെ നിറച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്കിത് നട്ട് കൊടുത്താൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇനി വളമൊന്നും കൊടുക്കണ്ട. പൊടിച്ച് കുറച്ച് വളരുന്നവരെ ഒരു വളവും കൊടുക്കണ്ട. നമ്മൾ ഈ നട്ട വളയെ കൊണ്ടു പിന്നെ നമ്മളതിന് വളരെല്ലാം കൊടുക്കണം. കണ്ടില്ലേ? ഇതേപോലെ ഇതും നിറച്ച് ഇതിൽ കൂടി നിറക്കട്ടെ. ഇത് കണ്ടില്ലേ? ഇത് നിറച്ച് നമുക്ക് ഇതിനകത്ത് മസാല ഇതേപോലെ. ഇത് ചെറുതായതുകൊണ്ട് ഇതിൽ ഒറ്റൊന്നേ നടുന്നില്ല. ഇത് ചെറുതാണ് ബാഗ്, അതുകൊണ്ട് ഒറ്റൊന്നേ നടുന്നില്ല. ഒന്നേ നടാൻ കഴിയില്ല. കിഴങ്ങ് കീയണ്ടേ, വലിപ്പം വേണ്ടേ, അതുകൊണ്ട് ഒറ്റൊന്നും മാത്രമേ നടുന്നില്ലൂ. ഇതുപോലെ നിങ്ങളെല്ലാം നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിഷമം ഇത് ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ നമുക്കത് അനുഭവം കിട്ടി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നടാൻ. ആദ്യം നട്ടിട്ട് കിട്ടാനേ വിഷമില്ല. ആദ്യം നടുമ്പോൾ നമുക്കൊരു മടി വരും, പിന്നെ ഒരു മടിയും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളിത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യമേ നിങ്ങൾക്ക് ലേശം മടിയെല്ലാം ഉണ്ടാവില്ല, പിന്നെ ഒരു മടിയും ഉണ്ടാവില്ല. എല്ലാം സുഖമായിട്ട് നടാൻ കഴിയും. എന്താ
ഉണ്ടല്ലേ ഇതേപോലെ നട്ടു കൊടുക്കുക. അതിൽ നട്ടു. ഇനിയിപ്പോൾ ഇതിനകത്ത് നട്ടു ഒന്നും കൂടി ഉണ്ട്, ഇതും കൂടി നട്ടു കൊടുക്കുക. ഇതും കൂടി നട്ടിട്ട് ഇത് ഇനിയിപ്പം മുളച്ച് വരുമ്പോൾ ഇപ്പം മറ്റേ അപ്പുറം നട്ടതെല്ലാം പൂത്ത് തുടങ്ങി അടുത്ത് എൻ്റെത്. ഇനിയിപ്പം വേഗം വിളവെടുക്കാനാവും. ആ പൂ വന്ന് തുടങ്ങി. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഒന്നിതാ, രണ്ടിതാ, 4 എണ്ണം. 4 നട്ടിട്ടുണ്ട്, 5 എണ്ണം നട്ടിട്ടുണ്ട്, 5 കുരു നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം. നിങ്ങളെല്ലാവരും പിന്നെ ഇതേപോലെ കൃഷി ചെയ്തിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷി കണ്ടിട്ട് ആരോ കൃഷി അതേപോലെ ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട്, ഓരോരാളും പറയുന്നുണ്ട്. അതെൻ്റെ കുറേ സന്തോഷം തന്നെയാണ്. പിന്നെ നിങ്ങൾ ചെറിയൊരു അടുക്കളത്തോട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പല ആൾക്കാർ കമൻറ്റിൽ കൂടി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരും ഇതേപോലെ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെല്ലാ കാര്യവും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാം